നിങ്ങളുടെ ഹെയർ കെയറിൽ അത് ചലഞ്ച് ആയിക്കോട്ടെ റുട്ടീൻ ആയിക്കോട്ടെ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചലഞ്ച് ചെയ്യാൻ എല്ലാവരും ഉണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു 30 ദിവസം നമുക്ക് ഒന്നിച്ച് തന്നെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ കരിഞ്ജീരകം എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാസ്റ്റർ ഓയിൽ മുടിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണോ, പിന്നെ കാസ്റ്റർ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ കാസ്റ്റർ ഓയിലിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാസ്റ്റർ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിൽ ഓയിൽ തേക്കണം. അപ്പോൾ ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് എന്നോട് ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അജിയുടെ മുടിക്ക് എന്താ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, എന്തെങ്കിലും മുടിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുടിയിൽ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും നിങ്ങൾ കണ്ടുപിടിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. രാത്രിയിൽ മുടി ഒന്ന് മെടഞ്ഞിട്ടു, മൊത്തത്തിൽ നമ്മൾ കുഞ്ഞു പിന്നലായിട്ട് ഇങ്ങനെ പിന്നിടില്ലേ, അതേപോലെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്തതാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ചെയ്യായിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഞാനൊരു രസത്തിന് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, നല്ലൊരു ഉള്ളു വെച്ചൊരു ഫീലാണ് മുടിക്ക് മൊത്തത്തിൽ. പക്ഷെ എന്നോട് വീട്ടുകാരൊക്കെ പറഞ്ഞ് കുളിക്കാത്ത ഫീലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്താ പറയുക, നമ്മളെ മുടി ഭയങ്കരമായിട്ട് ഡബിൾ ആയതുപോലെ നമ്മൾ കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്യൂലേ, അത് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ മെടഞ്ഞും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ കയ്യിൽ ഒതുങ്ങാത്ത പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയിൽ ഓയിൽ തേക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കുളിക്കാത്ത ഫീലൊക്കെ ഉണ്ട്. പക്ഷെ ചീകി ഒതുക്കിയൊക്കെ കെട്ടി വെക്കുന്ന സമയത്ത് നല്ല ബൗൺസി ഫീലാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ വെറുതെ ഒന്ന് മെടഞ്ഞിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മുടിയിൽ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ എടുക്കുക. അപ്പം ഞാനിവിടെ ഓയിൽ ഒരു 4 സ്പൂൺ അളവിലാണ് കേട്ടോ എടുക്കുന്നത്. എൻ്റെ മുടിയുടെ ഒരു അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് മുടിയുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഓയിൽ എടുക്കുക. കുറവ് മുടിയുള്ളവർ കുറവ് ഓയിൽ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഓയിലിലേക്ക് കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാസ്റ്റർ ഓയിൽ ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിന്റെ 4/1 ഭാഗം മാത്രമേ കാസ്റ്റർ ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കാസ്റ്റർ ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എണ്ണ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. കാസ്റ്റർ ഓയിലും നമ്മുടെ ഹെയർ ഓയിലും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡബിൾ ബോയിലിംഗ് വഴിയാണ് ചൂടാക്കുന്നത്. ചൂടുവെള്ളത്തിന്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിന്റെ സൈഡിൽ വെച്ച് ചൂടാക്കാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഏത് രീതിയിലായാലും നിങ്ങളൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഓയിൽ നമ്മുടെ മുടിയിലേക്ക് തേക്കാൻ പാകത്തിനുള്ള ഒരു ചൂടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചൂടോടുകൂടി സ്കാൽപ്പിലേക്ക് തേച്ച് കൊടുക്കരുത്, എങ്കിലും നമ്മൾ ഒരു ലൈറ്റ് ചൂടില്ലേ അതോടുകൂടി നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ ചലഞ്ച് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കയ്യിൽ കാസ്റ്റർ ഓയിൽ ഇല്ല, നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ ഓയിൽ എടുത്ത് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാസ്റ്റർ ഓയിൽ ഉണ്ട്, ഹോട്ട് ഓയിലൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പിന്നെ കുറച്ച് കാസ്റ്റർ ഓയിലൊക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് തേക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് എന്താ താരൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു രീതിയിൽ ഓയിൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് തേക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ ഇ ഒഴിവാക്കിയത്. ഉണ്ടെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ ഓയിൽ തേക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയിൽ എനിക്ക് ഓയിൽ തേക്കാൻ തന്നെ തോന്നുന്നില്ല. ഭയങ്കര ഷോയായിരുന്നു കേട്ടോ. മുടി ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് മുമ്പോട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഭയങ്കര ഷോയായിരുന്നു. അപ്പോൾ നമുക്കിനി തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് നന്നായിട്ട് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം നന്നായിട്ട് തന്നെ നമ്മൾ മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഓയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുടിക്ക് എത്രമാത്രം ഓയിൽ വേണോ, സ്കാൽപ്പും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓയിൽ തേക്കണം, മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. തുടക്കം മുതൽ എൻഡ് വരെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഓയിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കാസ്റ്റർ ഓയിൽ പിന്നെ ഹെയർ ഗ്രോത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാനും പുതിയ മുടികളൊക്കെ വളരാനും കാസ്റ്റർ ഓയിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ, എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ലല്ലോ, നമ്മുടെ മുടിക്ക് ചേരുമെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റർ ഓയിൽ ഭയങ്കര തിക്കാണ്, അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റർ ഓയിലിൻ്റെ അളവ് ഭയങ്കര കുറച്ചെടുക്കുന്നത്. കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നിന്ന് അത് പോവില്ല. കാസ്റ്റർ ഓയിൽ മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ മുടി ഇങ്ങനെ പിന്നെ കെട്ട് കുടുങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ്. നമുക്ക് ചീകാൻ പറ്റാത്ത രീതിയിൽ ഓയിലി ആയി പോവുക, അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കാസ്റ്റർ ഓയിൽ മാത്രമായിട്ട് നിങ്ങൾ തേക്കരുത്. കാസ്റ്റർ ഓയിൽ ഇതുപോലെ നമ്മൾ ഹെയർ ഓയിലിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഒരളവിൽ എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല, സ്യൂട്ട് ആവുന്നവർക്ക് ഉപയോഗിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കാസ്റ്റർ ഓയിൽ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് കാസ്റ്റർ ഓയിൽ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിങ്ങനെ ഓയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് വലിയ രീതിയിൽ താരനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചീപ്പ് ഉപയോഗിച്ചിട്ട് താരനൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കഴുകുമ്പോൾ താരം പോകാൻ അത് എളുപ്പമായിരിക്കും. അപ്പോൾ വലിയ ഹാർഷായിട്ട് ചെയ്യരുത്. പിന്നെ സോഫ്റ്റ് ആയ രീതിയിൽ ചീപ്പ് ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിലുള്ള താരം നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ സ്കാൽപ്പിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കണം. മുടിയിൽ ഞാൻ പറഞ്ഞ പോലെ തുടക്കം മുതൽ എൻഡ് വരെ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു മസാജിങ് കൊടുക്കട്ടെ. എന്തായാലും നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഓയിലൊക്കെ തേച്ചിട്ട് മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ സോഫ്റ്റ് ആയ രീതിയിൽ നമുക്കൊരു മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം കേട്ടോ. അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് മുടിക്ക് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം ഓയിൽ എൻ്റെ മുടിയിൽ തേച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ മുടിയിൽ ആ ഓയിലൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ഒരു കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇന്നൊരു കുഞ്ഞൊരു പാക്ക് നമുക്ക് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു 5-8 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല, സവാളയാണെങ്കിൽ ഒരു കഷ്ണം സവാള എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമുക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു അളവിൽ ചെറിയൊരു കഷ്ണം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇന്നത്തെ പാക്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി ഇല്ല, ഉള്ളി മാത്രമാണെങ്കിൽ ഉള്ളി മാത്രം ഉപയോഗിച്ച് ചെയ്യാം. ഉള്ളിയില്ല, ഇഞ്ചി മാത്രമാണെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇഞ്ചി മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ അളവിൽ വെച്ച് കുറച്ചൊന്ന് അളവ് നിങ്ങൾ കൂട്ടിയെടുക്കണം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഉപയോഗിച്ച് അരയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ 2 സ്പൂൺ അളവിൽ തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ തൈര് ഇല്ല എന്നാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാക്കിൽ അങ്ങനെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ച സാധനങ്ങളിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. നിങ്ങൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈര് ചേർത്തിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ അരച്ചാൽ മതി. അപ്പം നമ്മുടെ സിമ്പിൾ പാക്ക് ഇന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാക്ക് നമുക്ക് ഈ ഒരു അളവിൽ മതി, ഒരുപാട് അളവിലൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ സ്കാൽപ്പിൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ പാക്ക് തേച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഇത് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു റുട്ടീൻ സെറ്റ് ചെയ്താലും എന്താണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഞാൻ ഈ ഒരു പാക്ക് ഉൾപ്പെടുത്താറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, ഈ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ താരൻ, മുടി കൊഴിച്ചൽ, അല്ലെങ്കിൽ പിന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനിതവിടെ ഒരു പിന്നെ കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ, പഞ്ഞി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പാക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രം നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ തേക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും തേക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കുറഞ്ഞ അളവിൽ നമുക്ക് പാക്കും മതി, കുറച്ച് മതിയല്ലോ. ഒഴുകുന്ന രീതിയിൽ നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല. കുറച്ചെടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. താരനൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ താരനുള്ള ഭാഗത്ത് കൂടുതലായിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ താരൻ്റെ പ്രശ്നം മാത്രമല്ല, നമുക്ക് പുതിയ മുടികളൊക്കെ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന പാക്കാണ്. ഇപ്പം നെറ്റി കയറൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പുതിയ മുടികൾ വളരും കേട്ടോ. നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്, പാരമ്പര്യമായിട്ട് കയറിയ നെറ്റിക്കാർക്കല്ല. അപ്പോൾ നല്ലതാണ്. അപ്പോൾ നിങ്ങളിപ്പം താരൻ്റെ പ്രശ്നമില്ല, സ്കാൽപ്പിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. നമുക്കറിയില്ല നമ്മുടെ സ്കാൽപ്പിൽ ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ
ഏറ്റവും നല്ലതാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇച്ചിങ്ങിൻ്റെ പ്രശ്നമില്ല, സ്കാൽപ്പ് ചൊറിഞ്ഞ് ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു അവസ്ഥയാണ്, ചൊറിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര വേദന എടുക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. തൈരും ഉള്ളിയും ഏറ്റവും ബെസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയിലേക്ക് തേച്ചിട്ടില്ല, മുടിയിലേക്ക് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെറുതായിട്ട് പിന്നെ കണ്ണിൽ ഉള്ളിയായിട്ട് അവിടെ നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ണിലൊന്നും ആവാതെ ശ്രദ്ധിച്ച് തേക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. നമ്മുടെ മുടിയിലല്ല, നമ്മുടെ സ്കാൽപ്പിൽ അത് നന്നായിട്ട് പിടിക്കുന്ന ഒരു സമയം വരെ അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്നത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മുടി കഴുകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മുടിയിൽ ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി മുടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവും. പിന്നെ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. അത് മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചലഞ്ച് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിയിൽ ഇപ്പോൾ പാക്ക് തേച്ചിട്ടില്ല, ആ പാക്ക് നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി കളയുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകാം. അപ്പോൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഷാമ്പു ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഡയറക്റ്റ് മുടിയിലേക്ക് ഉപയോഗിക്കരുത്. ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് ആ ഷാമ്പു എടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് കഴുകി എടുക്കട്ടെ. നമ്മുടെ മുടിയിലെ പാക്കും ഓയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ നിങ്ങൾ നന്നായിട്ട് കഴുകുക കേട്ടോ. ഷാമ്പു ഇന്നത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞ് മുടി കഴുകിയിട്ട് നമുക്ക് അടുത്തായിട്ട് ഉപയോഗിക്കേണ്ടത് കണ്ടീഷണർ ആണ് കേട്ടോ. കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ആ ഒരു ഡ്രൈനെസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ കണ്ടീഷണർ വേണമെങ്കിൽ ഉപയോഗിക്കാം, കെമിക്കൽ കണ്ടീഷണർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇന്ന് കെമിക്കൽ കണ്ടീഷണർ ആണ് ഉപയോഗിക്കുന്നത്. കെമിക്കൽ കണ്ടീഷണർ ആണെങ്കിൽ നമ്മുടെ മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. നാച്ചുറൽ കണ്ടീഷണർ ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ മൊത്തമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടീഷണർ നന്നായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ അപ്പോൾ തന്നെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കണ്ടീഷണറും നമ്മുടെ മുടിയിൽ നിന്ന് നന്നായിട്ട് കഴുകി കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് പേർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, കണ്ടീഷണർ മുടിയിൽ നിന്ന് കഴുകേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ വെക്കണം എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി എടുത്ത് പറയുകയാണ്. കണ്ടീഷണറും നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം വരെ നിങ്ങൾ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് മുടി കഴുകിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ മുടിയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എല്ലാം ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഓയിലൊക്കെ തേച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് മസാജിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ ഹെയർ സെറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ടോണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുടിയിലൊക്കെ തേച്ചിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ചീക്കി കെട്ടി കളഞ്ഞിട്ട് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഡേ 1 നമ്മൾ നമ്മുടെ മുടിയിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇനി അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വീഡിയോ ഇല്ലാത്ത ദിവസമാണ്, നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. അന്ന് നമ്മുടെ മുടിക്ക് കംപ്ലീറ്റ് ഒരു റെസ്റ്റ് കൊടുക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ വെള്ളത്തിലൊന്നും മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പാക്കും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ദിവസം മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. കാരണം നമ്മൾ വേറെ പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം, ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള പാക്കിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾ ചെയ്യാട്ടോ. ഇന്നത് തന്നെ വേണം, ഇന്നത് ഉണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.